നാട്ടിലെ ഓണത്തിന്റെ ഓർമ്മകളിലാണ് പ്രവാസികൾക്ക് ഇന്നും ഓണം. കളിയും ചിരിയും സറയുമായി വ്യത്യസ്ത കുടുംബങ്ങൾ ഒത്തുചേരുന്ന ആഘോഷം. നല്ല ഒന്നാന്തരം ഭക്ഷണവും സ്നേഹവും കിട്ടുന്ന ഒരു ഒത്തുചേരൽ. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ ഓണക്കാഴ്ച. ശരിക്കും ഖത്തറിലെ പ്രവാസിക്ക് ഡബിൾ ഓണമാണ്. ഇന്ന് അവധി ദിനമാണ്, അതോടുകൂടെ ഓണം കൂടിയാണ്. നാട്ടിലേതുപോലെ പൂവിളിയൊന്നുമില്ല, മെഴുകിയെടുക്കാൻ മുറ്റവുമില്ല, കളവുമില്ല. എങ്കിലും ഓണത്തിൻ്റെ ഒരു പൂക്കളമില്ലെങ്കിൽ എങ്ങനെയാ? ഫ്ലാറ്റിൻ്റെ 4 ചുവരിനുള്ളിൽ കിട്ടാവുന്ന പൂക്കൾ കൊണ്ടൊരു ഉഗ്രൻ കളമൊരുക്കി. ശരിക്കും ഗംഭീരം. പണ്ട് നമ്മൾ നാട്ടിൽ എന്താ പറയുക, കാലത്ത് എണീറ്റ് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ആ ഒരു പോയി പറിക്കാന്നുള്ളൊരു ഫീലില്ല. പക്ഷെ ഇവിടുന്ന് മേടിക്കുന്നു, ഇടുന്നു, എന്നാലും ഒരു ഓക്കെയാണ്. ഒത്തുചേരലല്ലേ ഓണത്തിൻ്റെ ഒരു ഓളം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പ്രവാസി വിട്ടുകളയുന്നത് എങ്ങനെയാ? വന്നങ്ങ് കൂടി ആഘോഷിക്കുക തന്നെ. എല്ലാ വർഷവും നമ്മൾ ഒത്തുകൂടാറുണ്ട്. എവിടെയെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിട്ട് കൂടാറുണ്ട്. ഓരോ തവണ ഓരോ വീടുകളിലായിരിക്കും. ഇത്തവണ ഇവിടെയായി. ഓണം അടിപൊളി. ഇവിടെ നമ്മൾ എല്ലാ കൊല്ലവും ഓരോ വീടുകളിൽ മാറി മാറി എല്ലാവരും കൂടി ഒരു 4-5 കറികൾ ഓരോരുത്തർ ഉണ്ടാക്കി നമ്മൾ ഒത്തുകൂടും. അതൊരു ആഘോഷം, പിള്ളേർക്കും അതൊരു എൻജോയ്മെന്റ്. ഓണപ്പുടവയൊക്കെ ഉടുത്ത് നല്ല മൊഞ്ചായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. അവരുടെ കളിച്ചിരികളില്ലാതെ നമുക്ക് എന്ത് ആഘോഷം. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയത് കാരണം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ട് എല്ലാവരും. പിന്നെ പിള്ളേരൊക്കെ ഒന്ന് അവധി ദിവസം കൂടെ ആയില്ലേ, സ്കൂളില്ലാത്ത കാരണം പിള്ളേരെല്ലാം ഒന്ന് എല്ലാവരും ഒരുമിച്ച് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. സൊറയും ചിരിയുമായി മിണ്ടി പറഞ്ഞിരിക്കെ കാര്യപരിപാടിയിലേക്ക് കടക്കാനുള്ള സമയമായി. അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരുന്നു. നമ്മൾ പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് പായസം, ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കി, സാമ്പാർ, പിന്നെ ഓരോരോ ഫാമിലികൾ അവരവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മുമ്പിൽ നിരന്നിരുന്ന വിഭവങ്ങളോട് ആരും ഒരു തെല്ലു മമത പോലും കാണിച്ചില്ല. വെച്ചങ്ങ് കാച്ചി. ഉണ്ടറിയണം ഓണം എന്നാണല്ലോ. വയറു നിറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു പാട്ടായാലോ? കുട്ടികളതിന് വട്ടം കൂട്ടി. അവസാനം ഒരു ഹാപ്പി ഓണം. ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.